ആലപ്പുഴയിലെ അരൂരിൽ പ്രതിരോധ സാങ്കേതിക സഹകരണത്തിന് റാഡക്സും കെൽട്രോണും കൈകോർത്തു. ധാരണാപത്ര കൈമാറ്റ ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായിരുന്നു. പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന ചുവടുവയ്പുമായി പ്രതിരോധ സാങ്കേതിക സ്റ്റാർട്ടപ്പായ റാഡക്സ്. കൊച്ചിയിലെ കെൽട്രോൺ കൺട്രോൾ സെന്ററിൽ നടന്ന പരിപാടിയിൽ റാഡക്സ് അഡ്വാൻസ് സിസ്റ്റം ഡയറക്ടർ ഡോക്ടർ VS ലാവണ്യയും കെൽട്രോൺ MD ശ്രീകുമാരൻ നായരും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് പങ്കെടുത്തു. വിഷൻ 2031 നമ്മൾ വിഭാവനം ചെയ്യുന്നത് കെൽട്രോൺ ഒരു 2000 കോടി ടേൺ ഓവറുള്ള സ്ഥാപനമായി മാറുമെന്നുള്ളതാണ്. പല പ്രധാനപ്പെട്ട കമ്പനികളുമായി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയിട്ടുള്ള ജൈവികളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ജൈവി എന്നുള്ളത് നമ്മുടെ ഡിഫൻസിൽ കെൽട്രോൺ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ വളരെ നിസ്തുലമാണ്. റഡാർ സംവിധാനങ്ങൾ, ആശയവിനിമയം, കമാൻഡ് നിയന്ത്രണ സംവിധാനങ്ങൾ, സിഗ്നൽ എന്നിവയുൾപ്പെടെയുള്ള പ്രതിരോധ സിവിലിയൻ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണം, നിർമ്മാണം, സർട്ടിഫിക്കേഷൻ, കയറ്റുമതി തുടങ്ങിയ പ്രവർത്തനങ്ങൾ പങ്കാളിത്തത്തിൽ ഉൾപ്പെടും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.